ഐബുട്ടൻ്റെ നിഷുവിൻ്റെയും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആനക്കയറ്റത്തെ വീട്ടിലേക്ക് പോന്ന്. നല്ലൊരു മഴയൊക്കെ പെയ്ത് അത്യാവശ്യം കാറ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ. കറണ്ടും ഇല്ല വെള്ളമില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ നേരെ എല്ലാവരും കൂടെ കൂടിയിട്ട് പോന്ന്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കേട്ടോ. ആള് ഞാൻ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലില്ല എന്നുള്ളത്. അങ്ങനെ 3-4 ദിവസം ഇവിടെ സ്റ്റേ ആക്കിയിട്ട് ഇന്ന് അവർ തിരിച്ച് നമ്മുടെ പുല്ലൂരത്തെ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ച്. നിഷുവിൻ്റെ ലാസ്റ്റ് എക്സാം ഡേ ആണ് കേട്ടോ. മദ്രസിലാണ്, സ്കൂളത്തൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഓളെ പറഞ്ഞു വിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. ഒക്കെ വേണ്ടിയിട്ട് ഞാനൊരു ട്രിപ്പ് ഉണ്ടാക്കിയെന്ന് മാത്രം. നൂൽപുട്ടാണ് കേട്ടോ ഇന്ന് നമുക്കുള്ളത്. നൂൽപുട്ടും അതിലേക്ക് നമ്മൾ കോംബോ ആക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമുക്ക് മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ ആ ഒരു കറിയും കൂടെ ഉണ്ട്. രാത്രി കിടക്കാൻ നേരത്ത് അതുണ്ടാക്കാൻ രാവിലെ ഇതുണ്ടാക്കാൻ രാവിലെ എന്നൊക്കെ പറയും കേട്ടോ. വലിയ ഡയലോഗ് കഴിക്കാരം. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് എന്താണ് അപ്പം ഉണ്ടാക്കാൻ തോന്നുന്നത് അത് കഴിക്കാരം ഞാൻ മിക്കവാറും ഉണ്ടാക്കല്. ഇതിവിടെ പറയാനുള്ള കാരണം മീൻകറി ഉണ്ടായതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാന്നതിന് നമ്മൾ ആദ്യം കരുതിൻ്റെത്. പിന്നെ എനിക്ക് തോന്നി ചപ്പാത്തിക്ക് പിന്നെ ഇപ്പോൾ കുഴച്ചിട്ടും പരത്തിയിട്ടൊക്കെ വേണ്ടേ. നൂലപ്പാവുമ്പോൾ നൂലപ്പല്ല നൂൽപുട്ടാണ് കേട്ടോ. അതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ചപ്പാത്തിയിൽ നിന്നും അത് നൂൽപുട്ടിലോട്ട് മാറിയിട്ടുണ്ട്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ലഞ്ചിന്റെ പരിപാടിയിലോട്ട് അങ്ങോട്ട് കിടക്കാന്ന് വെച്ച് നിഷുവിനാക്കി കൊടുത്ത് തിരിച്ചു പോന്നപ്പോൾ പച്ചി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടേന് വന്നേണ്ടത്. ഇനി ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൂട്ടണം. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ അയൽവാസി തന്നതാണ്. അതായത് ഇവിടെ വീടിൻ്റെ താഴെയുള്ള വീട്ടുകാർ തന്നതാണ് കേട്ടോ. അനിയത്തി ഇപ്പച്ചൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഓൽക്ക്, അതായത് അനിയത്തിക്ക് കഴിക്കാനൊക്കെ പൂതി ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്നും പറഞ്ഞു തന്നതിന്. ഐബുട്ടനാണെങ്കിൽ ഓന് തിന്നാൻ കൊടുക്കണതൊന്നും ആവശ്യമില്ല. നമ്മൾ എന്താണ് കഴിക്കണത് എന്ന് നോക്കി നടക്കാണ്. ആക്ച്വലി നമ്മുടെ ചെറുക്കൻ്റെ പേര് ഐബുട്ടൻ എന്നാണ്. ഐബു അങ്ങനെയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഐബുട്ടൻ ഐബുട്ടൻ എന്ന് പറയുമ്പോൾ ആയിമുട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണ കാണുമ്പോൾ എനിക്ക് ചിരി വരലുണ്ട്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച സ്ഥിതിക്ക് ഉള്ളിയും തക്കാളിയും എല്ലാ സംഭവങ്ങളും ഇട്ട് വഴറ്റിയിട്ട് നമ്മളിതാ കറി അങ്ങോട്ട് സെറ്റാക്കുവാണ് കേട്ടോ. ചോറ് നമ്മളിപ്പോഴും സെറ്റാക്കിയിട്ടില്ല. ഇന്നിപ്പം തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ബിരിയാണിക്കും നെയ്ച്ചോറിനൊന്നും ആവശ്യമില്ല. കാരണം ബർത്ത്ഡേ ആയിട്ടും പെരുന്നാളായിട്ടും ഒക്കെ ഇതൊക്കെ തന്നെ അല്ലേനോ. പിന്നെ തേങ്ങാച്ചോറ് നമുക്ക് എത്ര ഉണ്ടാക്കിയാലും മടുക്കൂല കേട്ടോ. അങ്ങനത്തെ ഒരു വിഭവമാണത്. കറി വേഗം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചോറുക്കുള്ള തേങ്ങയൊന്നും ഞാൻ പൊളിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് വേണം. അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കുന്ന പരിപാടി അങ്ങോട്ട് തീരുമാനമാക്കുക, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. എനിക്കിപ്പോൾ എത്ര തേച്ചാലും തികയാത്തൊരു സംഭവമാണ് സമയം. അതായത് ഓടിപ്പോവാണ് ക്ലോക്കിലെ സൂചി എന്ന് പറയാം. എന്താ സംഭവിച്ചാൽ നമ്മൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും വീട്ടിലെ ജോലിയും കുട്ടീനെ നോക്കലും എല്ലാം കൂടെ അങ്ങോട്ട് മൊത്തത്തിൽ ടൈം അങ്ങോട്ട് കറക്റ്റായിട്ട് ആ ഒരു മാനേജ് ചെയ്യാൻ പറ്റണില്ല. എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാൻ മാക്സിമം രാവിലെ തന്നെ എൻ്റെ പരിപാടികളൊക്കെ തീർക്കാൻ നോക്കൂ കേട്ടോ. അതാവുമ്പോൾ കുറേ ഫ്രീ ടൈം ഉണ്ടാകും. ഞാൻ തേങ്ങ പൊളിക്കുമ്പോൾ തന്നെ നിഫ്ര അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങ പൊട്ടിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ വെള്ളം വേണം എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ കളയാനൊന്നും നിന്നില്ല കേട്ടോ. മറ്റേത് ഞാൻ അത് കുടിക്കാനൊന്നും നിൽക്കൂല. അത് പൊട്ടിക്കുന്നു, ഒഴിക്കുന്നു, പുറത്തോട്ട് ഒഴിക്കുന്നു. ഇതേക്കാര അവസ്ഥ. കാരണം നമ്മൾ ഓരോ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അത് വേറൊരു പാത്രത്തിൽ ആക്കി സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിവേ തേങ്ങയൊക്കെ ചിരവി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്കുള്ള ചെറിയ ഉള്ളിയും കൂടെ കുഞ്ഞേതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസും കുറ്റി ബുക്ക് ചെയ്തിട്ട് 10-12 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഇനി അതിലും കൂടുതൽ ടൈം എടുത്തിട്ടൊക്കെയാണ് കിട്ടുകയെന്നൊക്കെ പറയണത് കേൾക്കുന്നുണ്ട്. സോ നമ്മൾ മാക്സിമം നമ്മുടെ ഈ കരണ്ടിൻ്റെ അടുപ്പുമ്പോൾ തന്നെ സെറ്റാക്കാൻ നോക്കും. അങ്ങനെ കഴിയുമ്പോൾ ചോറ് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കത് വാട്ടറായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ അങ്ങനെയൊന്നല്ല. കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴാണ് ഈ കറിയൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റ് ആവുക. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും. നിഷു അപ്പേക്ക് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നിഫ്രകുട്ടനും കുളിച്ച് റെഡി ആയിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിക്കുന്നു. ആദിവാസിന്റെ ഇതൊക്കെ അതിന്റെ കമ്മലൊക്കെ ആദിവാസിന്റെ കമ്മല് അയ്മോ പുളിച്ച് ആദിവാസി കമ്മൽ പുളിച്ച് മോത്തുകൊക്കെ ഒരു പുളിച്ച് തന്നെയല്ലേ. ലിപ്സ്റ്റിക് ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ടത്
ഒരാള് നല്ല കുറുമ്പത്തിയാണ്, മറ്റൊരാൾ നല്ല കുയിന്തത്തിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കണക്കാണ്, ഒന്നിനൊന്ന് മെച്ചെന്ന് വേണമെങ്കിൽ പറയാം. നിഫ്രൂട്ടൻ നാട്ടിലില്ലാത്ത സമയത്ത് എന്തേനും പോലെ രണ്ടാളീ സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കലും വാട്സാപ്പ് ചെയ്യലും. ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ തുടങ്ങി രണ്ടാളും കീരിയും പാമ്പും പോലെയാണ്. നിഷുവിന് ജേണലിൻ്റെ ഭ്രാന്താണ്. ക്രാഫ്റ്റിംഗ് ആയാലും ഈ ജേണൽ വർക്കുകളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഓളെ ഇഷ്ടപ്രകാരം ഓളോളെ കുഞ്ഞേനെ സോപ്പിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ഒരു ജേണൽ കിറ്റ്. അപ്പോൾ അതിവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൈ ബ്ലൂ കളറിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ജേണൽ കിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കയറി പർച്ചേസ് ചെയ്തോണ്ടു. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എന്ന്. ഐബുട്ടനെ ഒരു ദിവസം നമ്മൾ പുറത്തേക്ക് ഇറക്കിയതാണ്. എന്നും വൈകുന്നേരമായ ഇപ്പോൾ ഇതാണ് പരിപാടി. ജസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കണം. നമ്മളും തന്നെ പിന്നെ കാലോടിക്കോട്ടെ, അകത്തന്നെ പിടിച്ചിടേണ്ട, പുറം ലോകമൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ എന്തായാലും പുറത്തൊന്നും നടത്തൂല കേട്ടോ. ഇതാണ് അവസ്ഥ. നിലത്ത് വെച്ചാൽ പിടിച്ചാൽ കിട്ടൂല ആളെ. പിന്നെതാ ഒരു പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിഫ്രകുട്ടൻ മാറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ആളൊരു പുളിച്ചിക്കോതയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ നിഷു അങ്ങനെ കളിയാക്കാണ്, പുളിച്ചി എന്നും പറഞ്ഞിട്ട്. ലിപ്സ്റ്റിക്കും ഐഷോഡും എല്ലാം ഒക്കെ വേണം. ഇങ്ങനെ കാട്ടെ അയ്മ, ഇങ്ങനെ കാട്ടെ അയ്മ, ഇങ്ങനെ കാണിക്ക്. ഹൈബുട്ട എടപ്പച്ചി പോവാടാ. ഹൈബോ അബ്ബ കൊത്തണി ആ അബ്ബ കൊക്കെ പിന്നെ ഓള് പോയിട്ടോ. അനിയത്തിക്ക് ഓളെ വീട്ടിലേക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഓള് ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും വയ്യേന്. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ടൊക്കെ പോവാന്ന് വിചാരിച്ചിട്ടേനെ. ഐബുട്ടനാണെങ്കിൽ ഇപ്പച്ചിനേറ്റ് നല്ലോണം ക്ലോസ് ആയിട്ടുണ്ട്. അതായത് ഒരു 3 മാസമായിട്ട് ഇപ്പച്ചി ഇവിടെ തന്നെ അല്ലേ. ഐബുട്ടൻ്റെ കാട്ടിക്കൂട്ടലിനും നോളാവലിനൊക്കെ ഇപ്പച്ചി നിന്ന് കൊടുക്കും. അപ്പോൾ ഇത്രയും ദിവസം എടുത്ത് കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഓല് പോണത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടോ. അപ്പം ഇങ്ങനെ അന്തം വിട്ട് നോക്കിയേന്. പിന്നെ അകത്തേക്ക് എത്തിയിട്ടേനും ഇവിടെ പൊരിഞ്ഞ കരച്ചില്. ചാടില്ല കേട്ടോ, ചാടിട്ടോ. നമുക്ക് പോവാം, നമുക്ക് കണ്ടീഷൻ കഴിഞ്ഞിട്ട് പോവട്ടോ. നമുക്ക് കണ്ടീഷൻ കഴിഞ്ഞിട്ട് പോവട്ടോ. ഇപ്പച്ചിനെ നമ്മൾ ശരിക്കും മിസ് ചെയ്യും. ഐബുട്ടൻ മാത്രമല്ല, അതായത് ഇങ്ങനെ കുറേ ദിവസം നമ്മളെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നമ്മൾ നമ്മുടെ ആ പഴയ ട്രാക്കിലോട്ട് എത്തണം. അതായത് ഞാൻ, ഹസ്ബൻഡ്, കുട്ടികൾ എന്നുള്ള ആ ഒരു ട്രാക്കിലോട്ട് എത്തണം. ഈ ഒരു സെയിം ഡേ എൻ്റെ ഹസ്ബൻഡും നാട്ടിലെത്തും. ഇപ്പച്ചി പോയതിൻ്റെ സങ്കടവും കുഞ്ഞയെന്ന് വരുന്ന സന്തോഷവും രണ്ടും കൂടെ മിക്സ്ഡ് ആയിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.